നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട ഒരു പേരാണ് ജോർജ് സോറോസ്. കോൺഗ്രസിൻ്റെ വിജയത്തിൽ ഇദ്ദേഹം വഹിച്ച ഒരു പങ്ക് വളരെ വലുതാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ അധികം സംസാരിക്കില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്, അത് വീഡിയോയിൽ പിന്നെ പറയാം. എങ്കിലും വല്ലാത്തൊരു കഥയിൽ ഒരു എപ്പിസോഡിൽ ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധിക്ക് എന്താണ് അദാനിയോട് ഇത്ര ദേഷ്യമെന്ന്? ഒരുപക്ഷെ പലരെങ്കിലും വിചാരിക്കും ഇത് ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു ബിസിനസ്സുകാരനോട് ഒരു ദേശസ്നേഹിയായ രാഷ്ട്രീയക്കാരന് തോന്നുന്ന വിരോധമാണെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. ഇതിന് പിന്നിലും ജോർജ് സോറസ് ആണ്. ജോർജ് സോറസ് നിഗൂഢമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുപോലെ തന്നെ നിഗൂഢമാണ് രാഹുൽ ഗാന്ധിയും ഇയാളും തമ്മിലുള്ള അടുപ്പവും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഏതാണ്ട് ഒരു 1-1.25 വർഷങ്ങൾക്ക് മുൻപ് മ്യൂനിച്ചിൽ വെച്ച് നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ ഇയാൾ നടത്തിയ ഒരു പ്രസംഗമാണ് ഇന്ത്യക്കാർക്ക് ഇയാളെ സുപരിചിതനാക്കി കൊടുത്തത്. ഇന്ത്യയിൽ നിലവിൽ ജനാധിപത്യമില്ലെന്നും നരേന്ദ്രമോദി ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ് അന്ന് അയാൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മോദിയെ പുറത്താക്കാൻ എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ഇയാൾ തയ്യാറാണെന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദാനിക്കെതിരെയും നിശിതമായ വിമർശനം ഇയാൾ നടത്തിയിരുന്നു. കോടീശ്വരനായ ഈ ജോർജ് സോറോസിന് അദാനിയുടെ പെട്ടെന്നുള്ള വളർച്ച അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മോദി വഴിവിട്ട് സഹായിക്കുന്നത് കൊണ്ടാണ് അദാനി ഇത്ര വേഗം വളരുന്നു എന്നതായിരുന്നു ജോർജ് സോറോസിന്റെ ഒരു കണ്ടെത്തൽ. അദാനിയുടെ ബിസിനസിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഇടയ്ക്കാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നതും അദാനിയുടെ ഷെയറുകളെല്ലാം ഇടിഞ്ഞതും. ഈ ഹിൻഡൻബർഗിന് പിന്നാലെ തന്നെ OCCRP എന്നൊരു സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടും കൂടി അദാനിക്കെതിരായിട്ട് വന്നിരുന്നു. അതായത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ്. അതാണ് OCCRPയുടെ ഫുൾ ഫോം. ഈ റിപ്പോർട്ടുകളൊക്കെ വന്നതോടുകൂടി അദാനിയുടെ ഷെയറുകൾ ഇടിയുകയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു നഷ്ടമാണ് അന്നുണ്ടായത്. ഇവിടെയാണ് ജോർജ് സോറോസിന്റെ ബിസിനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോർജ് സോറോസ് ഷെയർ മാർക്കറ്റിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ലാഭം കൊയ്യുന്ന ഒരു വ്യക്തിയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പൊളിച്ച് വൻ ലാഭം ഉണ്ടാക്കിയ ഒരാളാണ് ജോർജ് സോറോസ്. ആ സംഭവത്തെ ബ്ലാക്ക് വെനസ്ഡേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ബ്ലാക്ക് വെനസ്ഡേ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അടുത്ത സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ, മലേഷ്യയിലെയും തായ്ലൻഡിലെയും സാമ്പത്തിക വ്യവസ്ഥയെ തകർത്ത ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. അത്തരം ഡീലുകളിലെല്ലാം കൂടി കോടാനുകോടി രൂപയുടെ ലാഭമാണ് ഇയാൾക്ക് കൈവന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളാണ് മോദിയെയും അദാനിയെയും ഒക്കെ കുറ്റം പറയുന്നതെന്ന് ഓർക്കണം. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ് ഇയാൾ. ചാരിറ്റിയുടെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒക്കെ പേരിൽ രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്തിലുടനീളം തന്നെ അരാജകത്വം വളർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇയാൾ ഒരു തികഞ്ഞ അരാജകവാദിയാണ്. പല രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുകയും സർക്കാരുകളെ അട്ടിമറിക്കാനും ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ കണ്ണിലെ കരടാണ് ഇയാൾ. അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ ഹിലാരി ക്ലിന്റന് വേണ്ടിയും ഇയാൾ വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലം കണ്ടിരുന്നില്ല. അറിയപ്പെടുന്ന പല ലോക നേതാക്കളും ഇയാളുടെ ശത്രുവാണ്. അതുപോലെ തന്നെ 3-4 പ്രാവശ്യം വധശ്രമത്തിൽ നിന്ന് വളരെ നേരിയ വ്യത്യാസത്തിനാണ് ഇയാൾ രക്ഷപ്പെട്ടതും. 1930 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ഒരു ജൂത കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചത് ജൂതനായിട്ടാണെങ്കിലും ജൂത മതവുമായിട്ടൊന്നും ഇയാൾക്ക് വലിയ ആഭിമുഖ്യമില്ല. ഇപ്പോൾ അമേരിക്കയാണ് തട്ടകം. എങ്ങനെയും പണമുണ്ടാക്കണമെന്നും ലോകത്തിൻ്റെ ക്രമം തന്നെ അട്ടിമറിക്കണമെന്നുമാണ് ഇയാളുടെ ജീവിത ലക്ഷ്യം. മോദി സർക്കാരിനെ അട്ടിമറിക്കാനായി ഇയാൾ ഇന്ത്യയിലേക്ക് ധാരാളം പണം ഒഴുക്കി എന്നാണ് പറയപ്പെടുന്നത്. മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ എത്ര പണം വേണമെങ്കിലും ചെലവാക്കുമെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ നിലയ്ക്ക് അത് അവിശ്വസിക്കേണ്ട കാര്യവും ഇല്ല. ഇതിനു പിന്നിൽ മോദിയോടുള്ള വിരോധം മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് ചെറിയ ഒരു അടുപ്പവും ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ കൂടെ നടന്ന ഒരു വ്യക്തിയുടെ പേര് സലിൽ ഷെട്ടി എന്നാണ്. ഈ സലിൽ ഷെട്ടി ആക്ടിവിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമൊക്കെയാണ്. പല മേഖലയിലും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇയാൾ നേരത്തെ പറഞ്ഞ ജോർജ് സോറോസിന്റെ കീഴിലുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിലും കുറച്ചുനാൾ പണി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പല വിദേശ NGOകളും ഇന്ത്യയിൽ വന്ന് മനുഷ്യാവകാശമെന്നും പരിസ്ഥിതിയെന്നും ചാരിറ്റി എന്നും പറഞ്ഞ് പ്രവർത്തിക്കാറുണ്ട്. ഇന്ത്യയിലേക്ക് ഫണ്ട് കടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം. പല കലാപങ്ങളും നരേറ്റീവുകളും ഇതുവഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ജോർജ് സോറോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജോർജ് സോറോസിൻ്റെ ഒരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയാവുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇവർ ജോർജ് സോറോസിൻ്റെ ബന്ധുവാണെന്നുള്ളതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല.
പക്ഷേ അയാളുടെ തന്നെ നാട്ടുകാരിയും അയാളുടെ തന്നെ മതത്തിൽ ജനിച്ച ഒരു വ്യക്തിയുമാണ് ആ സ്ത്രീ. ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സ്ത്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു ബന്ധുവുമാണ്. ഫോറി നെഹ്റു എന്നാണ് ഇവരുടെ പേര്. ശോഭ നെഹ്റു എന്നൊരു വിളിപ്പേരുമുണ്ട്. ആന്റി ഫോറി എന്നും ഇവരെ വിളിക്കാറുണ്ട്. ശരിക്കുള്ള പേര് മക്ഡോൾന ഫ്രീഡ്മാൻ എന്നാണ്. ഇവർ വിവാഹം കഴിച്ചിരുന്നത് ബ്രജ് കുമാർ നെഹ്റു എന്നൊരു വ്യക്തിയെയാണ്. ഈ ബ്രജ് കുമാർ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകനാണ്. ഇദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അമേരിക്കയിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ജോർജ് സോറോസ് ഒന്നാം UPA ഭരണകാലത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഫോറി നെഹ്റുവിനെ സന്ദർശിച്ചതായി പറയപ്പെടുന്നു. നെഹ്റു കുടുംബവുമായുള്ള സോറോസിൻ്റെ അടുപ്പം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് മാത്രവുമല്ല, കോൺഗ്രസിലെ പല നേതാക്കളുമായും ജോർജ് സോറോസിന് അടുത്ത സൗഹൃദമുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണാൻ ജോർജ് സോറോസ് ആഗ്രഹിച്ചു എന്ന് നമ്മൾ വിചാരിച്ചാൽ അതിൽ തെറ്റില്ല. രാഹുൽ ഗാന്ധിക്കും അദാനി എന്ന ഇന്ത്യൻ കോടീശ്വരനോട് മാത്രമേ വെറുപ്പുള്ളൂ താനും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ജാതി സെൻസസ് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും മറ്റൊരു വിദേശിയാണ്. അയാളാണ് CJ എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ക്രിസ്റ്റഫ് ജെഫ്രലോട്ട്. ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇയാൾ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് നടപ്പാക്കണം നടപ്പാക്കണ്ട എന്നുള്ളതിൻ്റെ ആശയങ്ങളും അജണ്ടകളുമെല്ലാം വിദേശ രാജ്യത്ത് നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഇന്ത്യയിലേക്ക് കടത്തും. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് അത് ഏറ്റുപാടുക എന്നുള്ള കടമ മാത്രമേ ഉള്ളൂ. ജോർജ് സോറോസിനൊപ്പം തന്നെ മറ്റ് 2 വ്യക്തികളെ കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഒമിഡിയാർ നെറ്റ്വർക്കിൻ്റെ സ്ഥാപകൻ പീറി ഒമിഡിയാർ. ഒമിഡിയാർ നെറ്റ്വർക്ക് ഇപ്പോൾ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. UPയിലും മറ്റുമൊക്കെ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് ചില നോട്ടീസുകളും ഗ്യാരണ്ടി കാർഡുകളുമൊക്കെ ഇറക്കിയിരുന്നു. ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തതും ജോർജ് സോറോസിൻ്റെയും ഒമിഡിയാറിൻ്റെയും സ്ഥാപനങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പല കുപ്രചരണങ്ങളും നടത്താൻ ഫണ്ട് നൽകിയ ഒരു വ്യക്തിയാണ് ഡാറൻ വാൾക്കർ. മോദി സർക്കാരിൻ്റെ നോട്ടപ്പുള്ളി ആയതോടുകൂടി ഇയാളുടെ സ്ഥാപനവും ഇന്ത്യ വിടുകയായിരുന്നു. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മലയാളത്തിലെ മുഖ്യധാരാക്കാർ ഇതൊന്നും വാർത്തയാക്കില്ല എന്നുള്ളത്. അതിനുള്ള കാരണം അവരുടെ രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് ഫണ്ടിങ് ആണ്. പല വാർത്തകളും മറച്ചു വയ്ക്കാനും എന്നാൽ മറ്റ് ചിലത് പ്രസിദ്ധപ്പെടുത്താനും ഇവർക്ക് നിശ്ചിത ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. മലയാളത്തിലെ ഏതൊക്കെ മാധ്യമങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ ഫണ്ട് ലഭിക്കുന്നു എന്ന് കൃത്യമായി അറിയണമെങ്കിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. ഒരു ഓൺലൈൻ പോർട്ടൽ ഉടമയായ മലയാളിയെ ഈ അടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത ഏതെങ്കിലും മലയാള മാധ്യമത്തിൽ വന്നോ എന്ന് എനിക്കറിയില്ല. കട്ടിംഗ് സൗത്ത് എന്ന് കേട്ടുകേൾവിയില്ലാത്ത പല ആശയങ്ങളും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്നൊക്കെ പിറക്കുന്നവയാണ്. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് EVMനെതിരെ ഉണ്ടായിരുന്ന നിരന്തര ആരോപണവും. ചിലർ ഇതൊക്കെ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുള്ളുന്നു, മറ്റു ചിലർ കഥ അറിയാതെ തുള്ളുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏതായാലും ഇന്ത്യ മുന്നണിക്ക് ഇത്രയധികം സീറ്റ് ലഭിച്ചതോടുകൂടി EVMും ഇലക്ഷൻ കമ്മീഷനും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പിലുമൊന്നും വിദേശ ശക്തികൾ കൈകടത്തുന്നത് അത്ര നല്ല പ്രവണതയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.